السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا. صدق الله مولانا العلي العظيم، وصدق وبلغنا رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്യരായ സയ്യിദ് അവറുകളെ, എൻ്റെ അഭിവന്യ സുഹൃത്ത് റഷീദ് മുസ്ലിയാർ, മറ്റുള്ള പണ്ഡിതന്മാർ, സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വളരെ പവിത്രമായ ഒരു മഹാനുഭാവന്റെ ചാരിത്ത് ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാന പ്രകാരം നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബം, അവിടുത്തെ സാദാത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ആലംബമാണ്. അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, എൻ്റെ കുടുംബം അത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. വല്ലാത്തൊരു വാചകമാണത്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ വാക്കും വളരെ ആഴത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അഹ്ലു ബൈത്തി, എൻ്റെ കുടുംബം, കസഫീനത്തി നൂഹ്, അത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. നൂഹ് നബിയുടെ കപ്പലിൽ കയറിയവരൊക്കെ രക്ഷപ്പെട്ടു. ആ കപ്പലിൽ കയറാതെ വിമുഖത കാണിച്ചവരൊക്കെ ഫകാന മിനൽ മുഗ്റഖീൻ. എത്രമാത്രം! നൂഹ് നബിയുടെ മകനായ കൻആൻ ഉപ്പയായ നൂഹ് നബി അലൈഹിസ്സലാം, ഉലുൽ അസ്മിൽപ്പെട്ട സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബിന്റെ ശരിക്കുള്ള പേര് നൂഹ് എന്നല്ല, അബ്ദുൽ ഗഫാർ എന്നാണ് സത്യത്തിൽ നൂഹ് നബിയുടെ പേര്. വലുഖിബ ബിനൂഹ്, നൂഹ് എന്ന് പേര് ലഭിച്ചു ബികസറത്തി നൗഹിഹി, അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് വിലപിച്ചതിന്റെ പേരിൽ. എന്തിനാ വിലപിച്ചതറിയോ? അള്ളാന്റെ കാര്യത്തിന്. അങ്ങനെയാ നൂഹ് നബിക്ക് നൂഹ് എന്ന പേര് വന്നത്. പല ഭാഗത്തു നിന്നും പേരൊക്കെ ഇടാൻ വേണ്ടി നമ്മളോട് അർത്ഥം ചോദിക്കുമ്പോൾ നൂഹ, അതുപോലുള്ള ആ വാചകത്തിൽ നിന്നും ഉത്ഭവിച്ച പേരുകളൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കാണുമ്പോൾ വിലപിക്കുന്നവർ എന്നാണ് അർത്ഥം. എലഗി, വിലപിക്കുന്നവർ. ഞാൻ പറഞ്ഞു വരുന്നത്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനായ കൻആനോട് പറഞ്ഞു, യാ ബുനയ്യ, ഖുർആനിന്റെ വാചകമാണിത്. യാ ബുനയ്യ,
കുഞ്ഞുമോനെ ഇർകം മഅനാ, നമ്മോട് കൂടെ ഈ കപ്പലിൽ കയറടാ. ഉപ്പയായ നൂഹ് നബി വിളിക്കുകയാണ്. പക്ഷേ സാദാത്തുക്കളുടെ ചാരത്ത് വെച്ച് സംസാരിക്കുമ്പോൾ അവരുടെ മഹത്വം പറയാതെ തുടങ്ങലൊരു അദബുകേടാണ്. എന്നോടിന്ന് പറയാൻ പറഞ്ഞ വിഷയം തങ്ങളുപ്പാപ്പ പറഞ്ഞത് വിശുദ്ധമായ റമദാനിലെ ഒന്നാമത്തെ 10 കുറിച്ചാണ്. ഞാനൊരു 5 മിനിറ്റ് സാദാത്തുക്കളെ കുറിച്ച് പറയൽ, ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അവർ നമുക്കിടയിൽ അവരുണ്ടാകുന്നതിൻ്റെ മഹത്വം എത്രയാണെന്ന് നമ്മളൊക്കെ അറിയണം. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ആരാ ഷാഫിഈ ഇമാം? ആലിമു ഖുറശിയിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഭൂലോകം മുഴുവനും ഇൽമു കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതൻ, ഒരു ഖുറൈശി പണ്ഡിതൻ വരാനുണ്ടെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ അറിയിച്ച, നേരത്തെ പ്രവചിച്ച ആ പ്രവചനത്തിന്റെ പുലർച്ചെ എന്നോളം ഈ ഭൂലോകത്ത് പിറവി കൊണ്ട മഹാനാണ് സയ്യിദുനാ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. ഷാഫിഈ ഇമാമിനെ കുറിച്ച് ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു പരാതി ഉണ്ടായിരുന്നു. എന്താ പരാതി? ഷാഫിഈ ഇമാമിന് ഈ സാദാത്തുക്കളോടുള്ള സ്നേഹം കുറച്ച് കൂടി പോകുന്നുണ്ടോ? അത്രയൊക്കെ അവരെ സ്നേഹിക്കണോ? സാദാത്തുക്കളോട്, തങ്ങന്മാരോട്, നബി കുടുംബത്തോടുള്ള സ്നേഹം എന്നെ സംബന്ധിച്ചിടത്തോളം വിനീതനായ ഞാൻ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ തങ്ങന്മാരുടെ കൂടെ വളർന്നു വന്ന ഒരു പാരമ്പര്യമുള്ളവനാണ്. എൻ്റെ കുടുംബ പശ്ചാത്തലം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവരോട് കാണിക്കേണ്ട ബഹുമാനവും അവരോട് കാണിക്കേണ്ട മര്യാദയും ചെറുപ്പം മുതലേ സ്വഭാവത്തിലൊക്കെ രൂഢമൂലമായ ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാഹു തആല അവരുടെ ബറക്കത്ത് കൊണ്ട് 2 ലോകത്തും വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഷാഫിഈ ഇമാമിനെ കുറിച്ച് പരാതി എന്താ? സയ്യിദന്മാരോട് കുറച്ച് സ്നേഹം കൂടുതലുണ്ടോ? അതാണ് പരാതി. അത്രയൊക്കെ സ്നേഹം വേണോ? ഷാഫിഈ ഇമാം അതിന് 2 രീതിയിൽ 2 കവിത കൊണ്ടാ മറുപടി കൊടുത്തത്. എന്താ ഒരു കവിത? ലൗ കാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫൽയശ്ഹദി الثقلانി അന്നീ റാഫിളു. ലൗ കാന റഫ്ളൻ, ആ കാലഘട്ടത്തിലുള്ള ബിദ്അഈ കക്ഷികളുടെ പേരായിരുന്നു റാഫിളിയാക്കൾ. ഞാൻ നബി കുടുംബത്തെ സ്നേഹിക്കുന്നത് റഫ്ളാണെങ്കിൽ, റാഫിളിയാക്കൾ ചെയ്യുന്ന പണിയാണ് നബി കുടുംബത്തെ സ്നേഹിക്കലെങ്കിൽ, ഫൽയശ്ഹദി الثقلان, ജിന്ന് വർഗമേ, മനുഷ്യവർഗമേ, നിങ്ങൾ സാക്ഷി നിൽക്കണം. അന്നീ റാഫിളു, ഞാനൊരു റാഫിളാണെന്ന് നിങ്ങൾ എൻ്റെ പേരിൽ മുദ്ര കുത്തിക്കോളൂ, പ്രശ്നമില്ല. എന്നാലും ഞാൻ നബി കുടുംബത്തെ സ്നേഹിക്കും. മറ്റൊരു കവിത, ലൗ കാന ദംബി ഹുബ്ബു ആലി മുഹമ്മദി വദാലിക ദംബുൻ ലസ്തു അൻഹു അതൂബു. ലൗ കാന ദംബി, എൻ്റെ പാപമാണെങ്കിൽ, ഞാൻ ചെയ്ത പാപമാണെങ്കിൽ, എന്ത്? ഹുബ്ബു ആലി മുഹമ്മദി, മുഹമ്മദിന്റെ കുടുംബത്തെ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റെങ്കിൽ, വദാലിക ദംബുൻ ലസ്തു അൻഹു അതൂബു, ആ തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിക്കാൻ പോലും ഞാൻ തയ്യാറല്ല. ആ തെറ്റായിട്ട് അവിടെ നിന്നോട്ടെ. എന്തേ കാരണം എന്നറിയോ? ഇവരൊക്കെ ദീനിന്റെ അസ്ല് മനസ്സിലാക്കിയവരാ. ഷാഫിഈ ഇമാം ഒരു സ്വഹാബിയൊന്നും അല്ലല്ലോ. സ്വഹാബാക്കളിലെ പണ്ഡിതരിൽ പ്രമുഖനാണ് ആര്? മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞ വിഷയത്തേക്ക് വരാം. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു
ആലിമും മിൻ കിബാരി സ്വഹാബ. ആരാ? സയ്യിദ് ബിൻ സാബിത്ത് അറിയോ? റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് യമാമ യുദ്ധത്തിൽ ഒരുപാട് ഖുർആൻ ഹിഫ്ള് ചെയ്ത സ്വഹാബത്ത് മരിച്ചപ്പോ ഖുർആൻ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുമോ എന്ന് പേടിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, ഖുർആൻ ഒന്ന് ജംഅ് ചെയ്യണം, ഖുർആൻ ഒന്ന് ക്രോഡീകരിക്കണം. ഹിഫ്ളുള്ള ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടാൽ ഖിയാമത്ത് നാൾ വരെയുള്ള ഈ മനുഷ്യർക്ക്, ലോക മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന ഭീതിയുണ്ടെന്ന് പറഞ്ഞപ്പോ സ്വാത്വികനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, പരിശുദ്ധ റസൂല് ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്യണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെയൊക്കെ ഒരു നിഷ്കളങ്കതയും അവരുടെയൊക്കെ ഒരു തവാളുവും നിങ്ങൾ ആലോചിക്കണം. പക്ഷേ ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ, അല്ലാഹു ഉമറിന്റെ നാവിൽ സത്യത്തെ നിക്ഷേപിച്ചിരിക്കുന്നു. ലാ യഖാഫു ലൗമത ലായിം, ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപത്തെ ഭയപ്പെടാത്ത വ്യക്തിത്വമാണ് ഉമർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സർട്ടിഫൈ ചെയ്ത സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്ന ഫീഹി ഖൈർ. റസൂൽ ചെയ്തിട്ടില്ല, ശരിയാണ്, പക്ഷേ അബൂബക്കർ തങ്ങളെ ഇപ്പൊ അങ്ങനെ ചെയ്യൽ അത്യന്താപേക്ഷിതമാണ്, ചെയ്തേ പറ്റൂ. അപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ഈ ക്രോഡീകരണത്തിന് ചുമതല കൊടുത്ത സ്വഹാബി ആരറിയോ? മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ആലോചിക്കണം, ലോക മുസ്ലിമീങ്ങൾക്ക് ഓതാനുള്ള, പാരായണം ചെയ്യാനുള്ള, ലോകത്ത് നിലനിൽക്കേണ്ട ഖുർആൻ ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ പരിശുദ്ധ റസൂലിലേക്ക് അല്ലാഹു ഇറക്കിക്കൊടുത്ത ആ ഖുർആൻ അതേപടി ക്രോഡീകരിക്കാൻ മാത്രം ഇൽമുള്ള മഹാനാണ് സയ്യിദുനാ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. എന്തിനാ ഞാൻ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞത്? ഒരു വേള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് വന്നിറങ്ങുമ്പോ, ഹദീസിൽ കാണാം, ഒട്ടകപ്പുറത്ത് വന്നിറങ്ങുമ്പോ ഇത്ര വലിയ പണ്ഡിതനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങളായ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമായ അബ്ബാസിന്റെ പുത്രനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, അല്ലാഹുവേ ഇബ്നു അബ്ബാസിനെ നീ ഖുർആൻ പഠിപ്പിക്കണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത ഇബ്നു അബ്ബാസ്, സയ്യിദുൽ മുഫസ്സിരീനായ ഇബ്നു അബ്ബാസ്, അവർ വന്നിറങ്ങിയപ്പോ ആ ഒട്ടകത്തിന്റെ കാല് ചവിട്ടുന്ന ആ ഭാഗത്ത് പോയിട്ട് പിടിച്ചു കൊടുത്തു. ആര്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇത്ര വലിയ പണ്ഡിതൻ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ഞാൻ ചവിട്ടുന്നിടത്ത് പിടിക്കുക, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഹക്കദാ ഉമിർനാ ബിഅൻ നഫ്അല ബിഅഹ്ലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പറയണറിയോ? ഈ പറഞ്ഞ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഹക്കദാ ഉമിർനാ ബിഅൻ നഫ്അല ബിഅഹ്ലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തോട് ഇങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരെ ഇറങ്ങി വന്ന് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ലോക പണ്ഡിതനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, അവിടുത്തെ കൈ പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, ഹക്കദാ ഉമിർനാ ബിഅൻ നഫ്അല ബിഉലമാഇ, പണ്ഡിതന്മാരോട് ഇങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളോടും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ്, ആദരവ് കൊടുത്ത ഒരു ചരിത്രം മുഅ്മിനെ നമ്മുടെ ആലംബമാണ്. അല്ലാഹു തആല അതിലൊക്കെ ആശ്രയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഞാൻ കൂടുതൽ പറഞ്ഞാൽ
തങ്ങൾ പാപ്പാൻ്റെ വാക്കിനെതിരാകും. ഞാൻ നേരെ ചൊവ്വേ വിഷയത്തിലേക്ക് വരികയാണ്. വിശുദ്ധമായ റമളാൻ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാകാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അവ്വലുഹു റഹ്മ, അതിൻ്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 വളരെ വിശാലമായി മണിക്കൂറുകളോളം ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. വിശുദ്ധമായ ഖുർആനിൽ ചിന്തിക്കണം, 114 അധ്യായങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ, അവസാനത്തെ അധ്യായമാണ് സൂറത്തുൻ നാസ്. ഈ ഒന്നാമത്തെ അധ്യായം മുതൽ 114-ാമത്തെ അധ്യായം വരെയുള്ള ഈ 114 അധ്യായങ്ങളും ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഒരു തവണ ഓതിയിട്ടില്ലെങ്കിലും നമ്മൾ കുറ്റക്കാരല്ല. ഒരധ്യായം ഒഴികെ 114-ൽ 113 മരിക്കണത് വരെ നമ്മൾ ഓതിയിട്ടില്ലെങ്കിലും ഓതിയിട്ടില്ല എന്നുള്ള കൂലി കിട്ടൂല എന്നുള്ളൂ, കുറ്റം കിട്ടൂല ഓതാത്തതിന്. പക്ഷേ ഒരു സൂറത്ത് അങ്ങനെയല്ല. അതേതാ? സൂറത്തുൽ ഫാത്തിഹ. ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമേ ഇല്ല. ഫാത്തിഹ ഓതാത്തവന്റെ നിസ്കാരം ശരിയാകൂല എന്നല്ല ഹദീസ്. ഫാത്തിഹന്റെ ഗൗരവം മനസ്സിലാക്കണം. ലാ സ്വലാത്ത, നമസ്കാരമേ ഇല്ല, ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. സമ്മേളനത്തിൽ പോയപ്പോൾ സൗണ്ട് പോയത് ശരിയായി വരുന്നതേ ഉള്ളൂ. ഇപ്പം മുർസ്താ വിളിച്ചപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഈ പരിപാടി. ലാ സ്വലാത്ത, നിസ്കാരം ശരിയാവില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ലാ സലാത്ത, നമസ്കാരമേ ഇല്ല, ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരം പോലുമില്ല. എന്താ ഞാൻ റഹ്മത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നേരെ ഫാത്തിഹയിലേക്ക് വന്നത്? ശ്രദ്ധിച്ചോളൂ. ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ. തഫ്സീറുൽ ജലാലൈനി, തഫ്സീറുൽ ബൈളാവി പോലെയുള്ള ഖുർആന്റെ തഫ്സീറുകളൊക്കെ ഓതുമ്പോൾ അതിന് നമ്മളെങ്ങനെ അർത്ഥം പറയാം? അബ്തദിഉ മുസ്തഈനം ബില്ലാഹ്. അല്ലാഹുവോട് സഹായം ചോദിച്ച് ഞാൻ ഇതാ തുടങ്ങുന്നു. ബിസ്മില്ലാ. ഫുതുഹാത്തുൽ ഇലാഹിയ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ബിസ്മിയുടെ ബാ തന്നെ വിശദീകരിച്ചത് പേജുകളാണ് മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാ അബ്തദിഉ മുസ്തഈനം ബില്ലാഹ്. അല്ലാഹുവോട് സഹായം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഇനിയാണ് വിഷയം. ഏതല്ലാഹു? ഏതായി അല്ലാഹു? അല്ലാഹനെ പരിചയപ്പെടുത്തി തരാം നമുക്ക്. ഏതായി അല്ലാഹു അറിയോ? അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് പോരുന്നവനായ അല്ലാഹു. അല്ലാഹ്ക്ക് അങ്ങനെ പറയാമായിരുന്നു. അല്ലാഹ്ക്ക് അങ്ങനെ ഒരു പേരും ഉണ്ട്, അൽ ഖഹാർ. അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ച് പോരുന്നവൻ. പക്ഷെ അള്ളാഹനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അള്ളാഹനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയൊന്നുമല്ല. ബിസ്മില്ലാ, അള്ളാഹിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. ഏതായി അല്ലാഹോ? അള്ളാഹെന്ന് കേട്ടോളിയും. അവൻ ജബ്ബാറാണ്, അവൻ ഖഹാറാണ്, അവൻ തവ്വാബാണ്. പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയുടെ ചാരത്ത് ഒരു വലിയ എക്സിബിഷൻ ഹാളുണ്ട്. പലരും ഉംറക്ക് പോകുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ പോകും. അവിടെ ചെന്നാൽ 99 ബ്യൂട്ടിഫുൾ നെയിംസ് ഓഫ് ഓൾമൈറ്റി അല്ലാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. ആ എഴുതി വെച്ച അള്ളാഹിൻ്റെ 99 പേരുകളെ വിശേഷിപ്പിക്കുന്ന ഒരു ഹാളുണ്ട് അവിടെ. ഈ 99 എന്തൊക്കെ പേരുണ്ട് അള്ളാഹ്ക്ക്. അള്ളാഹ് കാബിലാണ്, അള്ളാഹ് ഖാഫിലാണ്, അള്ളാഹ് ബാസിത്താണ്, അള്ളാഹ് ജബ്ബാറാണ്, അള്ളാഹ് തവ്വാബാണ്, അള്ളാഹ് വഹാബാണ്, അള്ളാഹ് ഖഹാറാണ്. അതൊന്നും ഇവിടെ പറയണില്ല. ആദ്യം അള്ളാഹനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അള്ളാഹനെ പരിചയപ്പെടുത്തുകയാണ്. അർ-റഹ്മാൻ,
അല്ലാഹ് റഹ്മത്ത് ചെയ്യുന്നവനാണ്. അൽ മുഹ്സിനു അല്ലാഹു ഗുണം ചെയ്യുന്നവനാണ്. ആർക്ക്? ഈ ലോകത്ത് അല്ലാഹുവിനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണയുടെ കേദാരം നിറക്കുന്ന തമ്പുരാൻ അല്ലാഹ് റഹ്മാനാണ്. മുഅ്മിനെ ചിന്തിക്ക്, ഈ റഹ്മാനായ റബ്ബ് 365 ദിവസവും നമുക്ക് റഹ്മത്ത് ചെയ്യുന്നു. പക്ഷേ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ, വിശുദ്ധമായ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ നമ്മെ പഠിപ്പിക്കുന്നു, ഈ 365 ദിവസവും നമുക്ക് റഹ്മത്ത് ചെയ്തിട്ടും വിശുദ്ധമായ റമളാനിൽ പ്രത്യേകിച്ചൊരു റഹ്മത്തിന് വേണ്ടി മാത്രം 10 ദിവസത്തെ അല്ലാഹു മാറ്റിവെക്കുന്നു. മുഅ്മിനെ മനസ്സിലാക്കണം, വിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10 ദിവസം റഹ്മത്തിന് വേണ്ടി മാത്രം റിസർവ് ചെയ്യുന്നു. വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ ഈ പറഞ്ഞത് മുഴുവിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തി പറയാണ്. ഈ റഹ്മത്ത് നമുക്ക് കിട്ടാൻ എന്താ യോഗ്യത ഉള്ളത്? ഇപ്പൊ നല്ല ക്യാഷ് ഉള്ള ഒരാള്, നല്ല പൈസ ഉള്ള ഒരാള് അങ്ങാടിയിൽ ചെന്നിട്ടൊരു സാധനം വാങ്ങുമ്പോ ആ സാധനം തരുന്ന ആള് നമ്മളോട്, നല്ല കോടീശ്വരനാണെന്ന് കരുതിക്കോളൂ, സാധനം തരുന്ന ആള് നമ്മളോട് പറയാണ്, ഇത് നീ പൈസ ഒന്നും തരണ്ട, നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനമുള്ള ഒരാളാണെങ്കിൽ പറയും, മോനെ സഹോദര, നല്ല സ്വഭാവമൊക്കെ ഉള്ളവരാണെങ്കിൽ പറയും, സഹോദര എൻ്റെ അടുത്ത് ഇപ്പൊ ക്യാഷ് ഉണ്ട്, വെറുതെ തരണ്ട, നീ എടുത്തോ, ഇതിന്റെ ക്യാഷ് നീ എടുത്തോ എന്ന് പറഞ്ഞ പൈസ കൊടുക്കും. കുറച്ചൊക്കെ ഒരു റഫായിട്ടുള്ള സ്വഭാവമുള്ള ആളാണെങ്കിൽ എന്ത് പറയും? എൻ്റെ ഔദാര്യമൊന്നും വേണ്ട, പൈസ എടുത്തോ, അങ്ങനെ പറയാം. പക്ഷെ അള്ളാഹിനോട് അങ്ങനെ പറയാൻ വല്ല വകുപ്പും നമുക്കുണ്ടോ? സ്വഹാബത്ത് ഒരു ദിവസം അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിലിരിക്കുമ്പോ, റഹ്മത്ത് നമുക്ക് കിട്ടണോ കിട്ടണ്ടേ, അള്ളാഹിന്റെ കരുണ നമുക്ക് കിട്ടണോ കിട്ടണ്ടേ എന്ന് നോക്കാനാ ഞാൻ ഈ പറയുന്നത്. അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ സ്വഹാബത്ത് ഇരിക്കുമ്പോ അള്ളാഹിന്റെ റസൂല് പറയാണ്, ലയൻജുവ അഹദും മിൻകും ബിഅമലിഹി, നിങ്ങളിൽ ഒരാളും നിങ്ങളെ അമല് കൊണ്ട് രക്ഷപ്പെടില്ല. ലയൻജുവ അഹദും മിൻകും ബിഅമലിഹി, നിങ്ങൾ ഒരാളും നിങ്ങളുടെ അമല് കൊണ്ട് രക്ഷപ്പെടില്ല. നമ്മൾ ഈ കടുങ്ങപുരത്തുള്ള നമ്മളിങ്ങനെ ആലോചിക്കുക, ഉസ്താദേ അമല് കൊണ്ട് രക്ഷപ്പെടൂല, ഞങ്ങൾ അത്ര ഒന്നും നിസ്കരിച്ചിട്ടുണ്ടാവൂല ചിലപ്പോ, അല്ലേ? സഹാബത്തെ നമ്മൾ അത്ര നിസ്കരിച്ചിക്കണോ? സഹാബത്തിന്റെ കാലത്ത് 6, 7, 8 ലക്ഷം ഒന്നും ഹജ്ജിന് പോകാനില്ല. നമ്മൾ അത്രയൊക്കെ ഹജ്ജിനൊക്കെ കൊടുത്ത് പോയിട്ട് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടൂലെന്നോ? നിങ്ങൾ ഒരാളും നിങ്ങളെ അമല് കൊണ്ട് രക്ഷപ്പെടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, വല അൻത, നിങ്ങളോ? സഹാബത്തിന് പുണ്യ റസൂലിന്റെ സദസ്സിൽ വലിയ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചോദിക്കോ? അങ്ങനെ ചോദിക്കോ? നിങ്ങൾ ആലോചിച്ചോ കാണി, ആ ഹദീസിൽ കാണാം, വല അൻത, നിങ്ങൾ രക്ഷപ്പെടൂലേ? ഇത് ചോദിച്ചതിൽ വലിയ ആഴമുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ഇബാദത്ത് നേരെ കണ്ടവരായിരുന്നു അവർ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഅബദുന്നാസ്, പുണ്യ റസൂല് സഹാബത്തിലെ ജനങ്ങളിലെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇബാദത്തുള്ള ആളായിരുന്നുവല്ലോ. സഹാബത്ത് പുണ്യ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, നിങ്ങളും നിങ്ങളുടെ അമല് കൊണ്ട് രക്ഷപ്പെടില്ലേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, വലാ അനാ, ഞാനും എൻ്റെ അമല് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വബിഫളിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ അങ്ങ് പൊതിയാതെ ഞാൻ പോലും രക്ഷപ്പെടില്ലെന്ന് ത്വഹാ റസൂലുള്ളാഹി.
റസൂലുള്ളാഹിക്ക് പോലും രക്ഷപ്പെടണമെങ്കിൽ കിട്ടേണ്ട മരുന്നാണ് റഹ്മത്ത്. അതില്ലാതെ രക്ഷപ്പെടൂല. ആ റഹ്മത്തിന് വേണ്ടി മാത്രം റിസർവ് ചെയ്ത 10 ദിവസമാണ് ആദ്യത്തെ 10. അവ്വലുഹു റഹ്മ. ഈ ഹദീസ് വിശദീകരിച്ചു കൊടുത്തൊരു ചരിത്രം കാണാം. ഒരു മനുഷ്യൻ 500 വർഷം അയാൾക്ക് അല്ലാഹു ഈ ലോകത്ത് ജീവിക്കാനുള്ള അവസരം കൊടുത്തു. എത്ര വർഷം? 500. അദ്ദേഹം ജീവിച്ചതൊരു ദ്വീപിലാണ്. അവിടെ മറ്റാരുമില്ല. തെറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും അവിടെ ഇല്ല. അദ്ദേഹത്തിന് ഒരു അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കും. അവിടെ ഒരു ഉറുമാമ്പഴത്തിൻ്റെ ഒരു മരമുണ്ടായിരുന്നു. അതിലുണ്ടാകുന്ന ഉറുമാമ്പഴം കഴിച്ച് ഈ വെള്ളവും കുടിച്ച് അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചത്. 500 വർഷക്കാലം അദ്ദേഹം ഇബാദത്തിൽ മാത്രം ജീവിച്ച് ധന്യമായി മരിച്ചുപോയ ആ മനുഷ്യൻ മരണപ്പെട്ട് നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ വിചാരണ ചെയ്യുമ്പോ അല്ലാഹു പറയും, എത്രയാ സഹോദരനോട്, സഹോദരാ എന്റെ റഹ്മത്ത് കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പെയ്ക്കോ. അപ്പൊ അദ്ദേഹം സ്വർഗത്തേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോ ഇതൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഓരോ സാങ്കല്പിക രീതികളാണ്. അപ്പോ ഈ മനുഷ്യൻ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോ അദ്ദേഹത്തിനൊരു വിമ്മിഷ്ടം അനുഭവപ്പെടുമെന്നാണ്. അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചു വിളിക്കും. എന്താ ഞാൻ നിന്നോട് സ്വർഗത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ട്, സ്വർഗത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ട് പിന്നെ എന്താ നീ ഒരു വിമുഖത കാണിക്കുന്നത്? നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു മാസം ഒരാൾ ജോലി ചെയ്തു, 31-ാം തീയതി ശമ്പളം കൊടുക്കുകയാണ്. അയാൾക്ക് 10,000 രൂപയാണ് ശമ്പളം എന്ന് കരുതിക്കോളൂ. 31-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി ശമ്പളം കൊടുക്കുമ്പോൾ നമ്മൾ പറയാ, എൻ്റെ വക 10,000 ഉറുപ്യ എന്ന് പറയുമ്പോൾ എന്തായാലും ആ തൊഴിലാളി ചോദിക്കും, നിങ്ങളെ വകയല്ല, ഞാൻ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം. ഇതേ ഒരു വികാരമാണ് ഈ മനുഷ്യൻ അവിടെ ഉണ്ടാവുന്നത്. അദ്ദേഹം പറയാണ്, ഇതൊക്കെ കിതാബുകളിലുള്ള ചർച്ചയാണ് കേട്ടോ. അദ്ദേഹം പറയാണ്, പടച്ചോനെ, ഞാൻ 500 കൊല്ലക്കാലം എൻ്റെ അറിവിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നിനക്ക് ഇബാദത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നിട്ടും നിന്റെ ഇബാദത്തിനെ അവലംബിച്ച് നീ സ്വർഗത്തിൽ പെയ്ക്കോ എന്ന് പറയുന്നതിന് പകരം അല്ലാ എന്നോട് നീ പറഞ്ഞത് നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിൽ പെയ്ക്കോന്നാണ്. അല്ലാഹ് പറയും, അവന്റെ ഫയല് പരിശോധിക്ക്. ഇതൊക്കെ ഓരോ മനസ്സിലാക്കാനുള്ള രീതികളാട്ടോ. അള്ളാഹ്ക്ക് ഫയല് പരിശോധിക്കൊന്നും വേണ്ട. ഫയല് പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അദ്ദേഹം തെറ്റേ ചെയ്തിട്ടില്ല, അദ്ദേഹം നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അല്ലാഹ് പറയാ, ഇനി അദ്ദേഹത്തിന് ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് എടുക്ക്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹുൻ നജ്ദൈൻ. തങ്ങളുപ്പാപ്പ ഇന്ന് ഇവിടെ ദുആ ചെയ്യുന്ന ലിസ്റ്റ് വായിച്ചപ്പോൾ എത്രയെത്ര രോഗങ്ങളുടെ കഥകൾ നമ്മൾ കേട്ടു. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു ഖാല റസൂലുള്ളാഹി. ഒരാൾ തൻ്റെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ശരീരത്തിലുള്ള ദഹന വ്യവസ്ഥ, നമ്മുടെ ശരീരത്തിലുള്ള 5 സിസ്റ്റംസ് ആണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്. ഈ സിസ്റ്റങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു ഖാല റസൂലുള്ളാഹി. നമ്മളെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു അവയവത്തിന് കേടുവരുമ്പോൾ അതിന് എത്ര വലിയ ഗൗരവം ഉണ്ടായിരുന്നോ നമുക്ക് മനസ്സിലാവുന്നത്. ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. അല്ലാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കാം. മലമൂത്ര വിസർജനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ചെല്ലാനുള്ള ദുആയാണ്. മനസ്സിലാക്കണം. ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ
അദ്ഹബ അന്നിയൽ അദാ വഅഫനി. പടച്ചോനെ, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കാണ്, എൻ്റെ പ്രയാസമൊക്കെ നീക്കിയിട്ട് എനിക്ക് നീ സൗഖ്യം തന്നില്ലേ അല്ലാ, നിനക്കാണ് സർവസ്തുതിയും. ഈ ദിക്റിൻ്റെ മഹത്വം മനസ്സിലാവുക ആർക്കറിയോ? 2 ദിവസം മൂത്രം കെട്ടി നിന്നിട്ട് 3-ാമത്തെ ദിവസം ഒഴിക്കുമ്പോൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനെ, റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. അല്ലാഹ്, ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യന് മൻ കാന ഫീ സിർബിഹി ആമിന, ഒരാൾ തൻ്റെ വീട്ടിൽ സുരക്ഷിതനാണ്, മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് വളരെ സൗഖ്യമുണ്ട്, ഇൻദഹു ഖൂതു ബലദിഹി ഖൂതു യൗമിഹി, അന്നേ ദിവസം കഴിക്കാനുള്ള ഭക്ഷണം എനിക്കുണ്ട്. എന്തൊക്കെയുള്ളൂ? വീട് പൊളിഞ്ഞാടിയിട്ടില്ല, ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, അന്ന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. 4 കൊല്ലത്തിനുള്ളത് ഉണ്ട് എന്നല്ല. ഹബീബായ റസൂല് പറയാ, ഈ ലോകത്തുള്ള സർവ്വ സൗകര്യങ്ങളും അവന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടതുപോലെയുള്ള അനുഗ്രഹം ലഭിച്ചവനാണ് അവനെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാൾ നമ്മളോടൊരു വിശേഷം ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അങ്ങനെ പോണു, അങ്ങനെയല്ലേ പറയാ? അൽഹംദുലില്ലാഹ്, ഉള്ളിൽ നിന്ന് വരണം. ഫ്രം ദി ഡെപ്ത് ഓഫ് അവർ മൈൻഡ്സ്, നമ്മുടെ ഹൃദയത്തിന്റെ ആഴിയിൽ നിന്ന് വരണം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മനുഷ്യനോട് അല്ലാഹ് പറയും, എടാ, അനക്ക് തന്ന കണ്ണെന്ന അനുഗ്രഹത്തിന് പോലും നിന്റെ ഈ ഇബാദത്ത് പ്രൊപ്പോഷൻ ആയിട്ടില്ലല്ലോ, പര്യാപ്തമായിട്ടില്ലല്ലോ. അവസാനം അദ്ദേഹത്തിന് അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ തന്നെ എത്തിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മുഅ്മിനെ, റഹ്മത്ത് കിട്ടാതെ രക്ഷപ്പെടൂല. ഇനി റഹ്മത്ത് കിട്ടാനുള്ളൊരു വഴി 9:10 നമുക്ക് നിർത്തണം. റഹ്മത്ത് കിട്ടണമെങ്കിൽ എന്താ റസൂല് പറഞ്ഞത്? ഇർഹമു, ഇർഹമു, നിങ്ങൾ റഹ്മത്ത് ചെയ്യണം. മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ റഹ്മത്ത് ചെയ്യണം. ആ റഹ്മത്ത് എവിടുന്നാ തുടങ്ങേണ്ടത്? എന്നാൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശഭാഗത്ത് നിന്ന്, അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്ത്. റഹ്മത്തിന്റെ 10 നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. അല്ലാഹുമ്മ റഹംനി, പടച്ചവനെ നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം. യാ അർഹമർ റാഹിമീൻ, ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്യുന്ന റബ്ബേ, നീ എനിക്ക് റഹ്മത്ത് ചെയ്യണമെന്ന് പറയുന്ന മുഅ്മിനെ, നിന്റെ വീടിന്റെ ഏതോ ഒരു റൂമിൽ, ഒരു മൂലയിൽ ചുരുണ്ട് മടങ്ങിക്കിടക്കുന്നുണ്ട് നിന്റെ ഉപ്പ, ചുരുണ്ട് മടങ്ങിക്കിടക്കുന്നുണ്ട് നിന്റെ ഉമ്മ. അവരെ നീ ശ്രദ്ധിക്കാറുണ്ടോ? റഹ്മത്ത് തുടങ്ങേണ്ടത് അവരിൽ നിന്നല്ലേ? വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. വഖളാ റബ്ബുക, നബിയേ, നിങ്ങളുടെ റബ്ബ് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ, അവനെയല്ലാതെ നിങ്ങൾ ആരെയും ആരാധിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ കാതലായ വശമാണ്. മൊണോത്തിസം ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ തൗഹീദ്, ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസം, ഇത് അള്ളാന്റെ കാര്യത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. അതുകൊണ്ട് തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നിങ്ങൾ നയിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. തൊട്ടുപുറത്ത് പറഞ്ഞത് എന്താ അറിയോ? വബിൽ വാലിദൈനി ഇഹ്സാന, പിന്നെ നീ നിന്റെ മാതാവിനും പിതാവിനും ഗുണം ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, മാതാവോ പിതാവോ അതല്ലെങ്കിൽ അവരിൽ ആരെങ്കിലുമോ വാർദ്ധക്യ സഹജമായ അവശതകളുമായി നിന്നെ സമീപിച്ചാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് നീ ഛേ എന്ന ഒരു വാക്ക് പോലും പറയരുത്. ഛേ എന്നൊരു വാക്ക് കൊണ്ട് പോലും അവരെ നീ നോവിക്കരുത്. വലാ തൻഹറുഹുമാ, അവരെ നീ വെറുപ്പിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് നീ മാന്യമായി സംസാരിക്കണം. ഇനി പറയണ കേൾക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ,
അവർക്ക് നീ കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം. അള്ളാൻ്റെ കരുണ കിട്ടാനേ നമ്മൾ ചോദിക്കുമ്പോൾ ഉസ്താദ് തങ്ങളുപ്പാപ്പ ഇവിടെ ദുആക്ക് ഉത്തരം കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ ഇതുപോലെ അള്ളാൻ്റെ കരുണ കിട്ടാൻ വേണ്ടി നമ്മൾ കൈ മലർത്തുമ്പോൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കാരുണ്യ പ്രവർത്തനം നടത്തുന്ന നാം മാതാവിനെ അവഗണിച്ചവരായിരിക്കാം, പിതാവിനെ അവഗണിച്ചവരായിരിക്കാം, മുഅ്മിനെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോയവരാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും തുടങ്ങണം. അവർ ചിലപ്പോൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവരുടെ സ്വഭാവങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവാം. നൈരുജ്യം തനു ശോഷണം മലമയീശയ്യാച്ച സംവത്സരി എന്ന് തൻ്റെ അമ്മയായ ആര്യാമ്പയുടെ മുമ്പിൽ ചെല്ലിയ ശങ്കരൻ്റെ നാടാണ് കേരളം. അന്ത്യവേളയിൽ ശങ്കരൻ ആര്യാമ്പയുടെ മുമ്പിലെത്തിയപ്പോൾ വളരെ ദീർഘമായ ചരിത്രമാണ്. അമ്മ ചോദിക്കാണ്, മോനെ ശങ്കര, നിന്നെ ഞാൻ ഗർഭം ചുമന്നതിന്, പിന്നെ ഞാൻ നിന്നെ പ്രസവിച്ചതിന്, പിന്നെ ഞാൻ നിന്നെ മുലയൂട്ടിയതിന് ഒരു അമ്മ സഹിച്ച ദുരിതങ്ങളാണ്, ഒരു ഉമ്മ സഹിച്ച, ഒരു മാതാവ് സഹിച്ച ദുരിതങ്ങളാണിത്. ഇതിന് നീ വാട്ട് യു ഗേവ് ബാക്ക്, നീ എനിക്ക് എന്താടാ തിരിച്ചു തന്നത്? നമ്മളമ്മ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ഖുർആനാ സാക്ഷ്യപ്പെടുത്തിയത്. നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നത് പ്രയാസത്തിന്റെ മേലിൽ പ്രയാസം സഹിച്ചിട്ടാണ്. അതിന് ശങ്കരൻ മറുപടി കൊടുത്തത് നൈരുജ്യം തനു ശോഷണം മലമയീശയ്യാച്ച സംവത്സരി. അമ്മേ, നിങ്ങൾ എന്നെ ഗർഭം ചുമന്നപ്പോ നിങ്ങൾ നൈരുജ്യം, നിങ്ങൾക്ക് രുചി നഷ്ടപ്പെട്ടു പോയി. തനു ശോഷണം, അത് കാരണം നിങ്ങളെ ശരീരമാകെ ശോഷിച്ചു പോയി, ആകെ മെലിഞ്ഞു പോയി. മലമയീശയ്യാച്ച സംവത്സരി, വർഷങ്ങളോളം നിങ്ങളുടെ മടിത്തട്ടിലാണ് ഞാൻ മലമൂത്ര വിസർജനം നടത്തിയത്. വലിയ സ്റ്റൈലുള്ള ഡ്രസ്സിട്ട് നടക്കുന്ന നമ്മളോട് ഞാനൊരു ചോദ്യം ചോദിക്കുക. എൻ്റെ അമ്മാൻ്റെ മടിത്തട്ടിൽ ഞാൻ മൂത്രമൊഴിച്ചിട്ടില്ല, ഞാൻ കാഷ്ടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയണ ആരേലും ഈ ഭൂമി ലോകത്തുണ്ടാവോ? ആ ഉമ്മാക്ക് കരുണ കാണിച്ചിട്ട്, ആ ഉപ്പാക്ക് കരുണ കാണിച്ചിട്ട്, പിന്നെ ലോകത്തുള്ള ബാക്കിയുള്ളവർക്കൊക്കെ കരുണ കാണിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ കാണിക്കാനുള്ളൊരു മനസ്സുണ്ടായിട്ടാണ് ഞാനും നിങ്ങളും അള്ളാന്റെ റഹ്മത്ത് ചോദിക്കേണ്ടത്. അത് അള്ളാന്റെ റസൂലിന്റെ ഓർഡറാണ്. ഇർഹമു മൻഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം. ആ കരുണയുടെ ഇനാഗ്രേഷൻ ഫ്രം യുവർ മദർ, ഫ്രം യുവർ ഫാദർ. അവരെ അവഗണിച്ചാൽ റബ്ബി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുർ റബ്ബി ഫീ സുഖ്തിൽ വാലിദൈൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. നിന്റെ റബ്ബിന്റെ പൊരുത്തം നിലകൊള്ളുന്നത് മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. നീ എന്ത് ബിസിനസ് ചെയ്തോ, എന്ത് ഏർപ്പാട് ചെയ്തോ, എന്ത് അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചോ, പാൻറ്റി മാൻറ്റി പൊരുത്തം വേണം. അവരവഗണിച്ചാൽ, അവരൊരു പക്ഷേ വിദ്യാഭ്യാസമില്ലാത്തവരാവാം, അവരൊരു പക്ഷേ നീ പ്രതിനിധാനം ചെയ്യുന്ന നിന്റെ സമൂഹത്തിലേക്ക് എൻ്റെ ഉമ്മയാണെന്ന് പറയാൻ നീ മടിക്കുന്ന സാഹചര്യമുള്ളവരായിരിക്കാം. പക്ഷേ എങ്കിലും ഉമ്മ ഉമ്മയാണ്, ഉപ്പ ഉപ്പയാണ്. അതേപോലെ നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട്, നിന്റെ കുടുംബങ്ങളോട്, മിണ്ടാപ്രാണികളോട് പോലും കാരുണ്യത്തോടെ പെരുമാറണം, അങ്ങനെ വർത്തിക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ ഉടമകളും അനുയായികളുമാണ് നാം. അള്ളാഹുവിനോട് കരുണ ചോദിക്കണമെങ്കിൽ നാം കരുണയുള്ളവരാവണം, കരുണയുടെ ഹൃദയമുള്ളവരാവണം, കരുണയുടെ കൈ നീട്ടുന്നവരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാനിൽ കരുണയുടെ 10 കരുണയും, ആ കരുണ കിട്ടിയാലേ മഗ്ഫിറത്ത് കിട്ടുള്ളൂ. അതിൻ്റെ ഓർഡർ നോക്കുകയാണ് നിങ്ങൾ. അവ്വലുഹു റഹ്മ, ആദ്യം റഹ്മത്ത്. ആ റഹ്മത്ത് കിട്ടിയാൽ രണ്ടാമത്തത് മഗ്ഫിറത്ത് കിട്ടും.
റഹ്മത്തും മഗ്ഫിറത്തും കിട്ടിയ ഇത്തുക്കും മിനന്നാർ, നരകമോചനം കിട്ടും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. തങ്ങൾ പാപ്പ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ അവസരം തന്നതിനെ അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തെ, മാതാപിതാക്കൾ, മക്കള്, ഭാര്യമാര്, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അള്ളാഹു രണ്ട് ലോകത്ത് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് ചെയ്തവരുടെ ദുആയിൽ പങ്കെടുക്കാം. തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.